സാം അലക്സിന്റെ മനസ്സിൽ വ്യഥന്റെ വാക്കുകൾ അലയടിച്ചു. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല വാക്ക് തന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്തൊരു നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന്റെ കമ്പിളി മുഴുവൻ കള്ളനാണ് എന്നറിഞ്ഞിട്ടും എനിക്ക് തന്നു. അതും കൂടാതെ രാത്രിയിൽ ഈ മലഞ്ചെരുപ്പ് വരെ അതുകൊണ്ട് വരാൻ എന്നെ സഹായിച്ചു. പാവം, അദ്ദേഹം എന്തുമാത്രം സഹിച്ചു കാണും. എനിക്ക് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണം എന്നു പറഞ്ഞ് സാം അലക്സ് രാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തി സാം അലക്സ് കണ്ട കാഴ്ച അയാളെ അതിശയപ്പെടുത്തി. കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് അയാൾ. അയാളെ കണ്ടതും സാം അലക്സ് ഓടിച്ചെന്ന്, എനിക്ക് മാപ്പ് നൽകണം, അങ്ങയുടെ തോൽ കമ്പിളി മുഴുവനും ഞാൻ തിരിച്ചു തരാമെന്നും പറഞ്ഞപ്പോൾ, വേണ്ട, നീ തന്നെ എടുത്താ, ഞാൻ നിനക്ക് ദാനം നൽകിയതാണെന്നും പറഞ്ഞു. അങ്ങനെ സാം അദ്ദേഹത്തിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. വൃദ്ധൻ ആയ മനുഷ്യൻ മാപ്പ് നൽകി. പിന്നീട് സാം അയാളുടെ ശിഷ്യനായി മാറി. അവൻ പിന്നീട് അങ്ങോട്ട് നല്ലവനായി ജനങ്ങൾക്ക് നല്ലത് ചെയ്ത് ജീവിച്ചു.